എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു 15 മിനിറ്റ്സിന്റെ വീഡിയോ ഓൾറെഡി ഈ ഒരു ക്ലാസ്സിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് നിങ്ങൾ ലൈവ് സെഷനിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ. ആ സർക്കുലേറ്ററി സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെയിൽവേ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ALPക്ക് ആയിക്കോട്ടെ, NTPCക്ക്, അതുപോലെ ഗ്രൂപ്പ് ഡിക്ക്, NTPCക്ക് മെയിൻ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമുക്ക് ഒരു ചാപ്റ്റർ വൈസ് അങ്ങ് പഠിച്ചു പോകാം. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാം. നിങ്ങൾക്ക് ഒരു ബേസിക് എല്ലാ ഐഡിയാസും കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ ലൈവ് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് ഫിസിയോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്റെ പേര് അർച്ചന. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലേറ്ററി പാത്വേസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന്. 2 ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി പാത്വേസ് ആണ് കറന്റ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഓപ്പൺ സർക്കുലേഷനും അതേപോലെ തന്നെ ക്ലോസ്ഡ് സർക്കുലേഷനുമാണ്. ഓപ്പൺ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പേസിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് പോവുകയാണ് ഈ ഓർഗണിൽ ഉള്ളിലുള്ള. ആ സ്പേസിനെ സൈനസ് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഓക്കെ, സൈനസ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സ്പേസിലോട്ടാണ് ബ്ലഡിനെ ഹാർട്ട് പമ്പ് ചെയ്യുന്നതെങ്കിൽ അത് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. അതിന്റെ എക്സാമ്പിൾ പറയുന്ന ആർത്രോപോഡ്സും മൊളസ്കിനും ആണ് അല്ലെ. മൊളസ്കയും ആർത്രോപോഡയും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ആ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ബ്ലഡ്, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കുഴലുകളിലൂടെ, അതായത് എന്താണ്, നമ്മുടെ വെസൽസുകളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രത്യേക തരത്തിലുള്ള വെസൽസുകളുണ്ട്, ബ്ലഡ് വെസൽസുകളുണ്ട്, ബ്ലഡിന് ഫ്ലോ ചെയ്യാനുള്ള വെസൽസുകളുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനലിറ്റ്സും കോർഡേറ്റ്സും ആണ് മെയിൻ ആയിട്ട് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്നത്. നമ്മൾ അനലിറ്റ്സും ആർത്രോപോഡൊക്കെ നേരത്തെ നമ്മൾ അനിമൽ കിങ്ഡത്തിനകത്ത് പഠിച്ചപ്പോൾ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കോർഡേറ്റിലാണ് മെയിൻ ആയിട്ട് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണുന്നത്. അത് കൂടാതെ ചില അനലിറ്റ്സിനും എന്ത് കാണാൻ പറ്റും, നമുക്ക് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എന്താണ്, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് പ്രത്യേക സ്പെഷ്യലൈസ്ഡ് വെസൽസുകളിലൂടെ, അതായത് നമ്മൾ ബ്ലഡ് വെസൽസുകൾ എന്ന് പറയും, ആ ബ്ലഡ് വെസൽസിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്നത്. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എവിടെയാണോ അതിന് എത്തേണ്ടത് ആ ഒരു സ്പെസിഫിസിറ്റി എപ്പോഴും എന്തുണ്ടായിരിക്കും, അങ്ങനെ കുഴലുകളിൽ കൂടി പോകുന്ന ബ്ലഡിനുണ്ടായിരിക്കും. ബ്ലഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബ്ലഡിലൂടെ നമുക്ക് ഹോർമോൺസും മിനറൽസും അതുപോലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാരാണ്. സോ അതിന് എന്തുണ്ടാവും, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എങ്ങനെ ഉണ്ടാകും, ഈ ക്ലോസ്ഡ് സർക്കുലേഷൻ പാത്ത് വഴി ഉണ്ടായിരിക്കും. അടുത്ത സ്ലൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചേമ്പേർഡ് ഹാർട്ട്, അതായത് കോർഡേറ്റയുടെ ഒരു മെയിൻ പ്രത്യേകതയാണ് എന്താണ് ചേമ്പേർഡ് ഹാർട്ട് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം അതേപോലെ തന്നെ എന്താണ്, വെൻട്രൽ ഹാർട്ട് ആണ്. വെൻട്രൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്, ആ ഫ്രണ്ട് പോർഷനകത്താണ് ഹാർട്ട് ഉള്ളത്. അത് വെൻട്രൽ ഹാർട്ട് കൂടിയാണ് അല്ലെ. അപ്പൊ ഇത് ചേമ്പേർഡ് ആണെന്ന് പറയുമ്പോൾ എന്താണ്, അറകളോട് കൂടിയാണ് ഈ ഒരു ഹാർട്ട് കാണപ്പെടുന്നത്. ഓക്കെ അല്ലെ. മെയിൻ ആയിട്ട് വെർട്ടിബ്രേറ്റ്സ് ആണ് ഇതേപോലുള്ള ചാമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടുകൾ കാണിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിബ്രേറ്റിൽ നമ്മൾ ആരെയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഫിഷിനെ പഠിച്ചിട്ടുണ്ട് വെർട്ടിബ്രേറ്റിൽ. അതേപോലെ തന്നെ ടെട്രാപോഡയിൽ വരുന്ന ആംഫീബിയൻസ് ഉണ്ട്, അതേപോലെ റെപ്റ്റീലിയൻസ് ഉണ്ട്, അതേപോലെ തന്നെ എയ്ഡ്സ് ഉണ്ട്, അതേപോലെ മാമൽസ് ഉണ്ട്. ഈ ഇത്രയും ആൾക്കാരുടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ലൈവിൽ ഉള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഈ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനോളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, എത്ര ചേമ്പർ ആണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ എന്താ എനിക്ക് തോന്നുന്നു ഫിഷിന് എത്ര ചേമ്പർ ഹാർട്ട് ആണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏതോ ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് ആംഫീബിയന്റെ കേസ് ഫ്രോഗിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ലൈവിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ്, ആ ഒരു ലൈവ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഫിഷിന് 2 ചേമ്പേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. ഫിഷ് എന്ന് പറയുന്നത് എന്താണ്, വെർട്ടിബ്രേറ്റിൽ വരുന്നതാണ്. വെർട്ടിബ്രേറ്റിലെ പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനകത്ത് ഫിഷസ് ഉൾപ്പെടുന്നത്. നോക്കിക്കേ, 2 ചേമ്പർ ആണ് ഉള്ളത്. ഒരു ഏട്രിയം ഉണ്ട്, അതേപോലെ തന്നെ ഒരു വെൻട്രിക്കിളുമാണ് ആർക്കുള്ളത്, ഫിഷിനുള്ളത്. ആംഫീബിയ എന്ന് പറയുന്ന ടെട്രോപോഡയിൽ വരുന്നതാണ്. അവർ 3 ചേമ്പേർഡ് ആണ്. 3 ചേമ്പർ ഉണ്ട്. അതില് 2 ഏട്രിയും ഒരു വെൻട്രിക്കിളുമാണ് അവർക്ക് ഉള്ളത്. വെൻട്രിക്കിള് 1 മാത്രമേ ഉള്ളൂ.
ഓക്കെ അല്ലേ? റെപ്റ്റീലിയയ്ക്കും അതേപോലെയാണ് 3 ചേംബർ ആണ്, 2 ഏട്രിയ 1 വെൻട്രിക്കിൾ ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ നമ്മൾ ഇവിടെ പഠിക്കണം, ക്രോക്കോഡൈൽ. ക്രോക്കഡൈൽ എടുത്തു കഴിഞ്ഞാൽ ക്രോക്കഡൈലിന് എത്ര ചേംബർ ആണ്? 3 ചേംബേർഡ് അല്ല, 4 ചേംബേർഡ് ആണ്. ക്രോക്കോഡൈൽ എത്ര ചേംബർ ആണ്? 4 ചേംബേർഡ് ആണ്. അപ്പൊ നോക്കി, ക്രോക്കോഡൈൽ എന്ന് പറയുന്നത് റെപ്റ്റീലിയ ആണെങ്കിൽ പോലും അത് എത്ര ചേംബർ ആണെന്ന് നമ്മൾ പഠിക്കണം? 4 ചേംബർ ആണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഇനി ഏവ്സിനും മാമൽസിനും, ഏവ്സ് എന്ന് പറയുമ്പോൾ ബേർഡ്സുകൾ വരുന്നതാണ് ഏവ്സ്. ഏവ്സ് ആൻഡ് മാമൽസ് പൊസസ് എത്ര ചേംബർ ആണെന്ന് അറിയാമോ? 4 ചേംബേർഡ് ഹാർട്ട് ആണ്. ഏവ്സും മാമൽസും, അതായത് ബേർഡ്സുകളും മാമൽസും നമ്മൾ ഉൾപ്പെടുന്ന, ഹ്യൂമൻ ബീങ്സ് ഉൾപ്പെടുന്ന മാമൽ എന്ന് പറയുന്ന ക്ലാസും 4 ചേംബർ ആണ്. ദാറ്റ് ഈസ് 2 ഏട്രിയയും അല്ലെങ്കിൽ 2 ഓറിക്കിളും 2 വെൻട്രിക്കിൾ കൂടി ചേർന്നതാണ് ഏവ്സിന്റെ അല്ലെങ്കിൽ മാമൽസിന്റെ എന്തെന്ന് പറയുന്നത്? അവരുടെ ഈ ഒരു ചേംബർ ഹാർട്ട്, ചേംബേർഡ് ഹാർട്ട് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതാ ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതി പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചേംബേർഡ് ഹാർട്ട് എന്ന് എഴുതുക. ഈ 4 പോയിന്റ്സുകൾ എഴുതിയാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് എന്താണ് സി, എന്താണ് മറ്റേ എ എന്നൊന്നും അങ്ങനെ തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ ബേസിക് ഐഡിയ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചാൽ മതി കേട്ടോ. വളരെ ചെറിയതായിട്ട് നോട്ടൊക്കെ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. ഇനി ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ചേംബേർഡ് ഹാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, മനസ്സിലാക്കി തന്നെ പഠിക്കാം. അടുത്തത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഹാർട്ട് ഉണ്ട്, ഒരു മസ്കുലാർ ഹാർട്ട് ഉണ്ട്, മസിൽസ് കൊണ്ട് നിർമ്മിച്ച ഒരു ഹാർട്ട് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് വെസൽസുകളുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ട്. ബ്ലഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു ചാപ്റ്റർ ആണ് ബ്ലഡ്, കാരണം ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ബ്ലഡ് ജസ്റ്റ് ഇതിന് ശേഷം ബ്ലഡ് കൂടെ കാണുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, മസ്കുലാർ ചേംബേർഡ് ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസുകൾ ഉണ്ട്, ബ്ലഡ് ഉണ്ട്. എവിടെയാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്? ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒരു ചേംബേർഡ് ഹാർട്ട്, അതേപോലെ തന്നെ എന്താണ് ബ്ലഡ്, എ നെറ്റ്വർക്ക് ഓഫ് എന്താണ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബ്ലഡ് വെസൽസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലഡ് വെസൽസുകൾ എന്ന് പറയുന്നത് ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, അതേപോലെ തന്നെ ചെറിയ ചെറിയ രക്തക്കുഴലുകളെ നമ്മൾ കാപ്പിലറീസ് എന്നും വിളിക്കാറുണ്ട്. അപ്പൊ ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സർക്കുലേറ്ററി സിസ്റ്റം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ ആണ്. ഇത് കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടാൽ മതി, അത് കണ്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇത് പഠിക്കാനായിട്ട്. നോക്കിക്കേ, ആർട്ടറീസിന്റെ കേസ് ആണെങ്കിൽ ആർട്ടറീസ് മെയിൻ ആയിട്ട് പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എന്ത് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്? പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഈ പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആർട്ടറീസിന്റെ കേസിൽ നമുക്ക് എന്താണ് എപ്പോഴും ഇവരെന്താണ് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണോ ക്യാരി ചെയ്യുന്നത് ചോദിച്ചാൽ അല്ല. ചില ആർട്ടറി, അതായത് പൾമണറി ആർട്ടറി എക്സെപ്ഷൻ ആണ്. പൾമണറി ആർട്ടറി എന്ത് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. ഇനി വെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്യൂർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ പൾമണറി വെയിൻ എന്താണ് ക്യാരി ചെയ്യുന്നത്? പൾമണറി വെയിൻ ക്യാരി ചെയ്യുന്നത് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആണ്. ഇതും കഴിഞ്ഞ വർഷം ചോദിച്ചാണ്, 2022 എനിക്കൊന്ന് ഗ്രൂപ്പ് ടിക്കോ ഏൽപ്പിക്കോ എന്തോ ചോദിച്ചതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് പൾമണറി വെയിനും മറ്റ് വെയിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. കാപ്പിലറീസ് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ വഴി ഈ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ചെറിയ ചെറിയ ബ്ലഡ് വെസൽസുകളാണ് കാപ്പിലറീസ്. ക്ലിയർ ആണല്ലോ? അപ്പം വെയിൻസ് തന്നെ വെന്യൂൾസ്, അതുപോലെ തന്നെ വെയിൻസ്, ചെറിയ ചെറിയ വെയിൻസുകളുണ്ട്, വലിയ വെയിൻസുകളുണ്ട്. ആർട്ടറീസ് തന്നെ ആർട്ടീരിയോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ആർട്ടറീസും നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ നോക്കിക്കേ, ആർട്ടറീസ് പൊതുവെ പ്യുവർ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. വെയിൻസ് ഇംപ്യൂർ ബ്ലഡ് ആണ് എക്സെപ്റ്റ് പൾമണറി വെയിൻ ഓക്സിജൻ. ഈ പൾമണറി എന്ന് പറയുന്നത് ലങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പൾമണറി ആർട്ടറി എന്ന് പറയുമ്പോൾ ലങ്സിലോട്ട് ബ്ലഡിനെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്ന ബ്ലഡ് ആണ്. കാരണം ലങ്സ് ആണ് ആരെ പ്യൂരിഫൈ ചെയ്യേണ്ടത്? ലങ്സ് ആണ് നമ്മുടെ
നമ്മുടെ ലങ്സ് ആണ് ഈ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. പ്യൂരിഫിക്കേഷൻ ശേഷമുള്ള ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് പൾമണറി വെയിൻ വഴിയാണ് തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് പൾമണറി വെയിനകത്ത് ഓക്സിജൻ ആണ് അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായി? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും അടങ്ങിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഈ ലാർജസ്റ്റ് ആർട്ടറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ആർട്ടറി ഏതാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആൻസർ എന്ത് എഴുതണം? ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ്. അയോട്ടയാണ്. അതേപോലെ ലാർജസ്റ്റ് വെയിൻ ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? ലാർജസ്റ്റ് വെയിൻ എന്ന് പറയുന്നത് വീനക്കാവയാണ്. വീനക്കാവയാണ് ലാർജസ്റ്റ് വെയിൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യൂമൻ ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ വോൾ ആയിട്ടുള്ള ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു വോളാണ്. ആ വോളിന്റെ പേര് പഠിക്കണം. അതിന്റെ വാളിന്റെ പേരാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. എന്താണ് പെരികാർഡിയം എന്ന് പറയുന്നത്? ഇതിനകത്ത് എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. നോക്കിക്കേ, നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് ഏകദേശം 300 മുതൽ 350 ഗ്രാം വരെയാണ് ഭാരം എന്ന് പറയുന്നത്. ഇക്വേഷൻ നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 300 മുതൽ 350 ഗ്രാം വരെയാണ് ഹ്യൂമൻ ഹാർട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് 4 ചേംബർ ആണ് അല്ലെ? 4 ചേംബർ ഉണ്ട്. 4 ചേംബർ ഉണ്ട്. ഇത് ഏട്രിയ, ഇതും ഏട്രിയ, ഇത് വെൻട്രിക്കിൾ, ഇതും വെൻട്രിക്കിൾ. ഇത് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡ്. അപ്പൊ നോക്കിക്കേ, 2 സ്മോളർ ഏട്രിയയും 2 ലാർജർ വെൻട്രിക്കിളുമാണ്. ഏട്രിയയുടെക്കാട്ടിലും സൈസ് ആർക്കാണ് കൂടുതൽ? വെൻട്രിക്കിളിനാണ് കൂടുതൽ. ഇനിയും ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയത്തിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വോളാണ് ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ വെൻട്രിക്കുലർ സെപ്റ്റം എന്തായിരിക്കും? 2 വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പം ഏട്രിയകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണെങ്കിൽ നമുക്ക് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്നും, വെൻട്രിക്കിൾസിനെ തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്നും പറയാം. ഇനിയുണ്ട് ഏട്രിയയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റമാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു സംഭവം? കണ്ടോ, ഇതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 4 ചേംബർ ഉണ്ട്. കവർ ചെയ്തിരിക്കുന്ന കവറിങ്ങിനെ പെരികാർഡിയം എന്ന് പറയുന്നു. അതിലുള്ള ലിക്വിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. 4 ചേംബർ ആണ്. 2 ചെറിയ ഏട്രിയയും 2 വലിയ വെൻട്രിക്കിളുമാണ്. ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ട്, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റവും ഉണ്ട്. അപ്പം ഇവർ തമ്മിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും ഡീഓക്സിജനേറ്റ്, അതായത് ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡുകളെ തമ്മിൽ മിക്സ് ചെയ്യാതെ വെച്ചിരിക്കുന്നത് ഈ എന്താണ്? ഈ നമ്മുടെ ഏട്രിയലും അത് വെൻട്രിക്കിളിന്റെ കോമൺ വാളാണ്. ഈ ഒരു ചേംബർ, ഈ ഒരു ചേംബറിന്റെ ഈ വാളാണ് ഈ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളതും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെയും തമ്മിൽ മിക്സ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് കുറച്ച് ലോജിക്ക് വെച്ച് എഴുതാവുന്ന ആൻസർ ആണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് വാൽവ്സുകൾ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ്, സെമിനൂഡാൽ വാൽവ്. അപ്പൊ ഹാർട്ടിന്റെ കേസിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട 3 പ്രധാനപ്പെട്ട വാൽവുകളാണ് ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ്, സെമിലൂണാർ വാൽവ്. ഇത് എവിടൊക്കെയാണ് കാണുന്നതെന്ന് ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കും, എക്സാമിന് പഠിക്കേണ്ട കാര്യമാണ്. ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ട്രൈ മീൻസ് ട്രൈ എന്നാലും ട്രൈ റൈറ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ്, ബൈ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? ബട്ട് ട്രൈ റൈറ്റ് സൈഡില് ട്രൈയും റൈറ്റും ഒരു ബന്ധമില്ലേ? ബൈകസ്പിഡ് വാൽവ് ലെഫ്റ്റ് സൈഡിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള ഏട്രിയത്തിനെയും റൈറ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു വാൽവാണ്. ഇതുവഴി വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് മുകളിലോട്ട് കയറാതിരിക്കാൻ, തിരിച്ച് ഏട്രിയയിലോട്ട് കയറാതിരിക്കാൻ സഹായിക്കുന്നു. ബൈകസ്പിഡ് വാൽവ് ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയത്തിന്റെയും അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവാണ്. ഇതിന് 2, ഇത് ട്രൈ 3 എണ്ണം ഉണ്ടാവും. ബൈകസ്പിഡിൽ എന്താണ്? ബൈകസ്പിഡിന് 2 വാൽവേ ഉണ്ടാവുള്ളൂ. ഇത് 1, 2, 3 എണ്ണം ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിൽ. ഇതിനെ നമുക്ക് മറ്റൊരു പേര് പറയാം, മിട്രൽ വാൽവ് എന്നും പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? മിട്രൽ വാൽവ് എന്നും പറയാൻ പറ്റും. ഇത് ലെഫ്റ്റ് സൈഡിലെ ഏട്രിയത്തിനെയും ലെഫ്റ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിനെയും തമ്മിൽ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ബാക്ക് ഫ്ലോയെ, ആ വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ്
തിരിച്ച് ഏട്രിയത്തിലോട്ട് പോവാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്ന ഒരു വാൽവ് കൂടിയാണ് ഈ മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് സെമിലുണാർ വാൽവ്സുകളുണ്ട്. സെമിലുണാർ വാൽവ്സുകൾ പൊതുവെ എന്താ ചെയ്യുന്നത്? സെമിലുണാർ വാൽവ്സ് പ്രസന്റ് ഇൻ ദി ഓപ്പണിംഗ് ഓഫ് വെൻട്രിക്കിൾസ് ഇൻ ടു ദി പൾമണറി ആർട്ടറി ആൻഡ് ദി അയോട്ട. അയോട്ടയുടെ ഓപ്പണിംഗിലും അതേപോലെ തന്നെ പൾമണറി ആർട്ടറിയുടെ ഓപ്പണിംഗിലും കാണപ്പെടുന്ന വാൽവുകളാണ് സെമിലൂണാർ വാൽവുകൾ. അപ്പൊ പൾമണറി ആർട്ടറി പോകുന്നത് ലങ്സിലോട്ടാണ്, അവിടെയും ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലോട്ട് പോകുന്ന ആ ഒരു സൈഡിലും എന്ത് കാണാൻ പറ്റും? സെമിലൂണാർ വാൽവ് കാണപ്പെടും. അപ്പൊ പൾമണറി വാൽവിന്റെ പൾമണറി ആർട്ടറിയുടെ ഫ്രണ്ടിലും അതുപോലെ അയോട്ടയുടെ ഫ്രണ്ടിലുമാണ് സെമി ലൂണാർ വാൽവുകളെ കാണാൻ പറ്റുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് സൈഡിലുള്ള ഏട്രിയയുടെയും വെൻട്രിക്കിളിന്റെയും ആണെങ്കിൽ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയയുടെയും വെൻട്രിക്കിളിന്റെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. സെമിലൂണാർ വാൽവ്സ് എന്ന് പറയുന്നത് അയോട്ടയ്ക്കും അതേപോലെ തന്നെ പൾമണറി ആർട്ടറിക്കുമാണ്. അതായത് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. തിരിച്ച് ഇവരിലോട്ട് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പമ്പ് ചെയ്ത് വെൻട്രിക്കിളിലോട്ട് തിരിച്ച് ബ്ലഡ് വരാതിരിക്കാൻ സഹായിക്കുന്ന വാൽവ് കൂടിയാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ വാൽവുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി എങ്ങനെയാണ് ഈ ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടേംസുകൾ പഠിക്കണം. SA നോഡ്, AV നോഡ്, പർക്കിൻജി ഫൈബർ തുടങ്ങിയ വാക്കുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉള്ളത് എന്ന് നമ്മൾ പഠിക്കണം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ടേമാണ് സൈനോ ഏട്രിയൽ നോഡ്. എന്താണ്? സൈനോ ഏട്രിയൽ നോഡ്. ആ പേരിനകത്ത് തന്നെ ഉണ്ട്, അത് ഏട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോഡാണ്. നോഡ് മീൻസ് നോഡൽ ടിഷ്യൂ ആണ്, സ്പെഷ്യലൈസ്ഡ് നോഡൽ ടിഷ്യൂ ആണ് ഈ ഒരു സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും റൈറ്റ് ഏട്രിയത്തിന്റെ എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ കോർണർ, റൈറ്റ് അപ്പർ കോർണറിൽ കാണപ്പെടുന്നതാണ് SA നോഡ് എന്ന് പറയുന്നത്. എവിടെ കാണുന്നത്? റൈറ്റ് ഏട്രിയത്തിന്റെ, ഏട്രിയയിലാണ് കാണപ്പെടുന്നത്. സ്പെസിഫിക്കലി റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ മോസ്റ്റ് കോർണറിൽ കാണപ്പെടുന്നതാണ് സൈനോ ഏട്രിയൽ നോഡ്. വരച്ച് പഠിക്കണം. ഇതെങ്ങനെയാ വരച്ച് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സൈനോ ഏട്രിയൽ നോഡ് ഉണ്ട്, അതുപോലെ AV നോഡ് ഉണ്ട്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡാണ്. ഇത് ഏട്രിയൽ നോഡാണെങ്കിൽ ഇത് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡാണ്. ഇതെന്ന് പറയുന്നത് നോഡൽ ടിഷ്യൂ തന്നെയാണ്. നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ടല്ലോ, ഏട്രിയത്തിനെയും വെൻട്രിക്കിളെയും സെപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ ലെഫ്റ്റ് കോർണറിലാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? AV നോഡ് കാണപ്പെടുന്നത്. ഇനിയും ഈ നമ്മുടെ AV നോഡിൽ നിന്നും എന്താണ് ബണ്ടിൽ ഓഫ് നോഡൽ ടിഷ്യൂസ് എറൈസ് ചെയ്ത് വരുന്നുണ്ട്. AV നോഡിൽ നിന്നും ബണ്ടിൽ ഓഫ് ടിഷ്യൂസ് ഇങ്ങനെ എറൈസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എറൈസ് ചെയ്ത് വരുന്ന ഈ ഒരു ബണ്ടിൽസ് ഉണ്ടല്ലോ, ഈ ബണ്ടിൽസ് ലെഫ്റ്റ് റൈറ്റിലോട്ട് എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഇങ്ങനെ വളരും. അങ്ങനെ അത് എന്തായിട്ട് മാറും? അങ്ങനെ ചെറിയ ചെറിയ ബണ്ടിൽസ് ആയിട്ട്, മൈന്യൂട്ട് ഫൈബേഴ്സ് ആയിട്ട് ഇവര് മാറും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പർക്കിൻജി ഫൈബർ എന്ന് പറയും. എന്താണ്? പർക്കിൻജി ഫൈബർ എന്ന് പറയും. ഇപ്പൊ AV ബണ്ടില് passes through the atrioventricular septa and immediately divide into right and left bundle. അപ്പൊ AV നോഡിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ആയിട്ട് മാറുകയും അവിടെ നിന്ന് മൈന്യൂട്ട് ഫൈബേഴ്സ് റൈസ് ചെയ്യുകയും അതിനെ പർക്കിൻജി ഫൈബേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോയ ബണ്ടിൽസും ഈ പർക്കിൻജി ഫൈബേഴ്സിനെയും നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. എന്താണ്? ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. ഇത് വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. SA നോഡ് നോഡൽ ടിഷ്യൂസ് ആണ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ മോസ്റ്റ് കോർണറിലാണ്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുമ്പോൾ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കോർണറിൽ കാണപ്പെടുന്നതാണ്. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ ലെഫ്റ്റ് കോർണറിൽ കാണപ്പെടുന്നതാണ് AV ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ AV നോഡ് എന്ന് പറയുന്നത് AV നോഡ് കുറച്ചും കൂടി എന്ത് ചെയ്യുക? ബണ്ടിലായിട്ട് വളർന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് പോയിട്ട് ചെറിയ ചെറിയ ഫൈബേഴ്സ് ആയിട്ട് മാറും. അതിനെയാണ് പർക്കിൻജി ഫൈബേഴ്സ് എന്ന് പറയുന്നത്. കളക്റ്റീവായിട്ട് ഇതിനെ ബണ്ടിൽ ഓഫ് ഹിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ SA നോഡ് കാണുന്നത് നോക്കിക്കുകയും നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ മോസ്റ്റ് കോർണറിലാണ് SA നോഡ് കാണുന്നത്. അതേപോലെ തന്നെ AV നോഡ് കാണുന്നത് ഇതാണ് എന്ന് പറയുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റിലോട്ട് ഈ ഒരു സൈഡിലോട്ടാണ് എന്താണ് AV നോഡ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതാണ്
ട്രൈക്കസ്പിഡ് വാൽവ്, ഇതാണ് ബൈക്കസ്പിഡ് വാൽവ്. ഇവിടെ നിന്നൊരു എന്താണ് ആർട്ടറി പോകുന്നുണ്ട്, അതായത് പൾമണറി ആർട്ടറി എങ്ങോട്ടാണ് പോകുന്നത്? ലങ്സിലോട്ടാണ് പോകുന്നത്. ഇവിടെ എന്തുണ്ട്? സെമി ലൂണാർ വാൽവ് ഉണ്ട്, സെമി ലൂണാർ വാൽവ് ഉണ്ട്. അതുപോലെ തന്നെ അയോട്ടയിലോട്ട് പോകുന്ന ഒരു ബ്ലഡ് വെസൽസ് ഇവിടെ ഉണ്ട്, അവിടെയും എന്തുണ്ട്? സെമി ലൂണാർ വാൽവ് ഉണ്ട്. ക്ലിയർ ആണോ? എസ് നോട് എ വി നോട് അതേപോലെ തന്നെ എന്താണ് ബണ്ടിൽ ഓഫ് ഫീസ് എന്ന് പറയുന്നത് ഈ എസ് നോട് ഇങ്ങനെ അല്ല എ വി നോട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതിനെയാണ്. ഇനി എന്താണ് എസ് നോട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ് നോട് ചെയ്യുന്നത് നമ്മുടെ ഈ ഹാർട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഇനിഷ്യേഷൻ വേണ്ടി ഹാർട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാ പറയുന്നത്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് എസ് നോട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എസ് നോട് ജനറേറ്റ് ദി മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് ഒരു മിനിറ്റിൽ ഏകദേശം 70 മുതൽ 75 പ്രാവശ്യം വരെ ഹാർട്ടിനെ ബ്രീത്ത് എന്നല്ല ഹാർട്ടിനെ ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാണ്? അതിനുള്ള ഒരു പേസ് മേക്കർ ആയിട്ട് ആക്ട് ചെയ്യാണ്. അതായത് ഒരു ഒരു റേസിൽ എന്ത് ചെയ്യാണ് അവർ ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ്. അപ്പൊ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? എസ് നോടാണ്. അപ്പൊ ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഇനിഷ്യേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് എസ് നോട്. അതുകൊണ്ടാണ് എസ് നോടിനെ എന്തെന്ന് പറയുന്നത്? പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. ഈ എസ് നോടിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനിയും അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സർക്കുലേഷൻ. നമുക്ക് മെയിൻ ആയിട്ട് സിംഗിൾ സർക്കുലേഷനും പഠിക്കണം, അതുപോലെ തന്നെ ഡബിൾ സർക്കുലേഷനും പഠിക്കണം. ഇതിൽ ഡബിൾ സർക്കുലേഷൻ ആണ് ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസിലുള്ളത്, സിംഗിൾ സർക്കുലേഷൻ ഉള്ളത് ഫിഷിന്റെ കേസിലാണ്. അതുപോലെ തന്നെ ആംഫീബിയൻസിന്റെയും റെപ്റ്റീലിയൻസിന്റെയും കേസിൽ എന്താണ്? ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ സർക്കുലേഷൻ ആണ് ഉള്ളത്. അതായത് ഫിഷസിന്റെ കേസിലുള്ള ഈ ഒരു സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലോട്ട് എത്തുന്നുണ്ട്. ഈ ഹാർട്ടിൽ നിന്ന് ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലൂടെ എന്തിലോട്ട് പോകുന്നു? ഗിൽസിലോട്ട് പോകുന്നു, ഗിൽസുകളിലോട്ട് പോകുന്നു. കാരണം മെയിൻ ആയിട്ട് നമ്മുടെ ഫിഷസിനെ റെസ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് ഗിൽസ് ആണ്. ഗിൽസിൽ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം ഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലോട്ട് ചെല്ലുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് വരുന്നു? നമ്മുടെ ഹാർട്ടിലോട്ട്, ഫിഷസിന്റെ ഹാർട്ടിലോട്ട് പോകുന്നു. ഇതാണ് ഈ പ്രോസസ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഹാർട്ടിൽ നിന്ന് പിന്നെ ഗിൽസിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു സിംഗിൾ സർക്കുലേഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഫിഷസ്. ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ കാണിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഫീബിയൻസും റെപ്റ്റീലിയൻസും. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണെങ്കിൽ ആംഫീബിയൻസും റെപ്റ്റീലിയൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, പല ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് ഏത് ഷിഫ്റ്റ് ആണോ നമ്മൾ വരുന്നത് ആ ഷിഫ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിംഗിൾ സർക്കുലേഷൻ കാണിക്കുന്ന ഫിഷ് ആണ്. ഹാർട്ടിൽ നിന്നും ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഗിൽസിലോട്ടും അവിടെ നിന്ന് ഓക്സിനേറ്റഡ് ബ്ലഡ് ഡിഫറെന്റ് ബോഡി പാർട്സിലോട്ടും വരുന്നു. തന്നെ അത് വീണ്ടും ഹാർട്ടിലോട്ട് എന്താ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകും. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. എന്താണ് കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ? കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ കാണിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ കാണിക്കുന്നത് ബേർഡ്സിനും മാമൽസിലുമാണ്. ബേർഡ്സുകളും മാമൽസുകളുമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡബിൾ സർക്കുലേഷൻ കാണിക്കുന്നത്. അതായത് ഓക്സിജനേറ്റ് ആൻഡ് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയ എന്ത് ചെയ്യാണ്? റിസീവ് ചെയ്യാണ്. ഇതൊരു 15 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാനത് കംപ്ലീറ്റ് ഇതിന്റെ സെക്ഷൻസ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക? ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി സെഷൻ നമുക്ക് പാർട്ട് 2 നോക്കാം. ഓക്കെ, ഇത് ഏട്രിയ, ഇത് റൈറ്റ് ഏട്രിയ, ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയ, അതുപോലെ ഇത് വെൻട്രിക്കിള്, ഇതും വെൻട്രിക്കിള്. വീനക്കാവ എന്താ ചെയ്യുന്നതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ റൈറ്റ് ഏട്രിയയിലോട്ട് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? വീനക്കാവ ചെയ്യുന്നത്. അതായത് വെയിനാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ട്രൈക്കസ്പിഡ് വാൽവ് വഴി വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. എങ്ങോട്ട് എത്തുന്നു? വെൻട്രിക്കിളിലോട്ട് എത്തുന്നു. വെൻട്രിക്കിൽ നിന്നും
വെൻട്രിക്കിൽ നിന്നും പിന്നീട് ഇത് പൾമണറി ആർട്ടറിയിലോട്ടാണ്. ഇതാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയിലോട്ട് പോവുകയും ലങ്സിൽ ചെല്ലുകയും ചെയ്യുന്നു. ലങ്സിൽ വെച്ച് ഇതിന് എന്ത് ചെയ്യുന്നു? പ്യൂരിഫിക്കേഷൻ സംഭവിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് വരുന്നു? നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഏട്രിയയിലോട്ട് വരുന്നു. ബൈസ്പിഡ് വാൽവ് വഴി ഇത് എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് സൈഡിലുള്ള വെൻട്രിക്കിളിലോട്ട് പോകുന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? അയോട്ടയിലോട്ട്. അയോട്ടയിലോട്ട് പോകുന്നു. അയോട്ട ഈ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ബോഡി പാർട്സിലോട്ട് എത്തിക്കുന്നു. ഡിഫറെന്റ് ബോഡി പാർട്സിൽ. അത് അയോട്ട ഡയറക്റ്റ് ആയിട്ട് എത്തിക്കുകയല്ല, ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എന്താണ് കാപ്പിലറീസും അതേപോലെ ആർട്ടീരിയോൾസും ആർട്ടറീസും എല്ലാം വഴി ഡിഫറെന്റ് ബോഡി പാർട്സിലോട്ട് എത്തിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സിൽ നിന്നും വരുന്ന ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് പല പല വെയിൻസുകൾ, വെയിൻസ്, ചെറിയ ചെറിയ വെയിൻസുകൾ വീനക്കാവയിൽ എത്തിക്കുന്നു. ഈ വീനക്കാവ ഇതിനെ റൈറ്റ് ഏട്രിയത്തിലൂടെ എത്തിക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതില് ലങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പോർഷനും ഉണ്ട്, അതേപോലെ ലങ്സ് ഇല്ലാത്ത ഒരു പോർഷനും ഉണ്ട്. ലങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷനെ നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് പറയും. അതേപോലെ തന്നെ ലങ്സ് ഇൻവോൾവ് ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ട്, അതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും. അപ്പൊ ഇത് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു 15 മിനിറ്റ് സെക്ഷനകത്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. ഈ ഡബിൾ സർക്കുലേഷന്റെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിസ്റ്റമിക് സർക്യൂട്ട്, എന്താണ് പൾമണറി സർക്യൂട്ട്. നോക്കിക്കേ, വീനക്കാവയിൽ നിന്നും ബ്ലഡ് വരുന്നില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലൂടെ റൈറ്റ് വെൻട്രിക്കിളിലോട്ടും അവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നു? ലങ്സിലോട്ട്, പൾമണറി ആർട്ടറി വഴി പോകുന്നു. then അത് ഓക്സിജനേഷന് ശേഷം ആ ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടും പോകുന്നു. പിന്നീട് അത് നോക്കിക്കേ, അയോട്ട വഴി ഡിഫറെന്റ് ബോഡി പാർട്സിലോട്ട് പോകുന്നു. ഇതാണ് സിസ്റ്റമിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സിസ്റ്റമിക് സർക്യൂട്ടിനകത്ത് എന്തിന്റെ പാർട്ടില്ല? പൾമണറി ഇതിന്റെ, അതായത് ലങ്സിന്റെ പാർട്ടൊന്നും ഇല്ല സിസ്റ്റമിക്കിന്റെ. ഈ ഒരു ഏരിയ ആണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കൊന്ന് പറയാം. പൾമണറി സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. എവിടെ നിന്നാണ്? റൈറ്റ് വെൻട്രിക്കിൾ. അതായത് ഇവിടെ നിന്നാണ് പൾമണറി സർക്യൂട്ട്. അപ്പൊ ഇവിടെ നിന്നാണ് പൾമണറി സർക്യൂട്ട്. പൾമണറി ആർട്ടറിക്ക് തൊട്ട് മുന്നേ എന്താണ് അവിടെ ഉള്ളത്? റൈറ്റ് വെൻട്രിക്കിൾ ആണ്. അപ്പൊ റൈറ്റ് വെൻട്രിക്കിൾ, പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, ലെഫ്റ്റ് ഏട്രിയ. നോക്കിയേ, ലെഫ്റ്റ് ഏട്രിയ അവിടെ തീർന്നു. ആര് തീർന്നു? പൾമണറി സർക്കുലേഷൻ തീർന്നു. അപ്പൊ റൈറ്റ് വെൻട്രിക്കിൾ ഡിയോക്സിജൻ ബ്ലഡുമായിട്ട് പൾമണറി ആർട്ടറിയിലോട്ട് ചെല്ലുന്നു. ലങ്സിലൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തും. അപ്പൊ റൈറ്റ് വെൻട്രിക്കിൾ തുടങ്ങി ലെഫ്റ്റ് ഏട്രിയത്തിൽ ആരവസാനിച്ചോളും? പൾമണറി സർക്കുലേഷൻ അവസാനിച്ചോളും. സിസ്റ്റമിക് സർക്കുലേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ റൈറ്റ് വെൻട്രിക്കിൾ ആണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട, ആർട്ടറീസ്, ആർട്ടീരിയോൾസ് വഴി, കാപ്പിലറീസ് വഴി ഡിഫറെന്റ് ഓർഗൻസിൽ എത്തുന്നു. അവിടെ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കളക്ട് ചെയ്ത് വെന്യൂൾസ്, വെയിൻസ്, വീനക്കാവ് വഴി അത് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട, അയോട്ടയിൽ നിന്നും എന്താണ് പിന്നെ ആർട്ടീരിയോൾസ്, ആർട്ടറീസ്, ഡിഫറെന്റ് ബോഡി പാർട്സിൽ എത്തുന്നു. അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എങ്ങോട്ടെത്തുന്നു? വെന്യൂൾസ്, വെയിൻസ് വഴി വീനക്കാവയിൽ എത്തുന്നു. അത് എങ്ങോട്ടെത്തുന്നു? റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തുമ്പോഴത്തേനും നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ കംപ്ലീറ്റ് ആവുന്നു. അപ്പം ഇത്രയുമാണ് നമ്മൾ പാർട്ട് 1 നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പാർട്ട് 2 നമ്മൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ സർക്കുലേഷൻ എന്ന് പറയുന്ന ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ, ഹ്യൂമൻ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ഈ 2 വീഡിയോസും കണ്ടതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതനുസരിച്ച് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താൽ മതി. അപ്പൊ എല്ലാവർക്കും, അതായത് റെയിൽവേ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നന്നായിട്ട് പ്രയോജനകരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യാണ്, ഇതൊന്ന് ജസ്റ്റ് പഠിച്ചേക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു ചാപ്റ്റർ വഴി നിങ്ങൾക്ക് നല്ല മാർക്സ് ആ ഒരു എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല എക്സാമുകളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് വേറെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.